ദുബായ് റൺ എന്ന കൂട്ടയോട്ടത്തിന് ദുബായ് നഗരം സാക്ഷ്യം വഹിച്ചു. ഒരേ നിറത്തിലുള്ള ടീഷർട്ടും ഒരേ ആശയവുമായി ഒരേ ദിനം 3,07,000 പേർ പരിപാടിയിൽ പങ്കെടുത്തു. ദുബായ് റണ്ണിൽ ഈ വർഷവും മലയാളികൾ സജീവമായി പങ്കാളികളായി. ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായാണ് ദുബായ് റൺ 2025 എന്ന കൂട്ടയോട്ടത്തിന് ദുബായ് നഗരം ഞായറാഴ്ച പുലർച്ചെ സാക്ഷ്യം വഹിച്ചത്. ദുബായിയുടെ പ്രധാന രാജ്യവീതിയായ ഷെയ്ഖ് സായിദ് റോഡ് മണിക്കൂറോളം ലോകത്തിലെ ഏറ്റവും വലിയ റണ്ണിംഗ് ട്രാക്കായി മാറി. മലയാളികൾ ഉൾപ്പെടെ 3,07,000 പേർ പങ്കെടുത്തുവെന്നാണ് ഔദ്യോഗിക കണക്ക്. പുലർച്ചെ മുതൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വിദേശികളും സ്വദേശികളും ഒഴുകിയെത്തി. ആരോഗ്യകരമായ ജീവിതശൈലിക്കായി എല്ലാവരെയും വ്യായാമം ചെയ്യിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ജനകീയ പദ്ധതിയാണിത്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും തുടക്കം കുറിച്ച ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് ദുബായ് റൺ. 30 ദിവസത്തേക്ക് ദിവസവും 30 മിനിറ്റ് വ്യായാമം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ചാലഞ്ച് നടന്നു വരുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ റോഡും ആഡംബര കെട്ടിടങ്ങൾ നിറഞ്ഞ ഷെയ്ഖ് സായിദ് റോഡിൽ ഇരുന്നും കിടന്നും ഫോട്ടോ എടുക്കാൻ ലഭിക്കുന്ന ഒരേ ദിനം മലയാളികൾ ആവേശമാക്കി. ദുബായിയുടെ പ്രധാന ആകർഷണങ്ങളായ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ, എമിറേറ്റ്സ് ടവർ, ദുബായ് ഓപ്പറ, ബുർജ് ഖലീഫ തുടങ്ങിയ പ്രധാന ആകർഷണങ്ങൾക്ക് മുന്നിലൂടെ ദുബായ് റൺ അരങ്ങേറി. 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി ഒരേ മനസ്സുമായി ലക്ഷങ്ങൾ പങ്കെടുത്തപ്പോൾ 7 മണിക്കൂറോളം ദുബായിയുടെ ഹൃദയഭാഗം ജനത്തിരക്കിന്റെ പൂരപ്പറമ്പായി മാറി. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.